ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ഒരു യാത്രയിൽ തന്നെയാണ് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ ഫേവറേറ്റ് പ്ലേസിലേക്ക് തന്നെയാണ് പോകുന്നത്. അതൊക്കെ എവിടേക്കാന്നൊക്കെ ഞാൻ വീഡിയോയിൽ വഴിയേ പറയാം. അതിന് മുമ്പേ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് സന്തോഷങ്ങളും അതുപോലെ തന്നെ സങ്കടങ്ങളും ഒക്കെ സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ 2023 നമ്മിൽ നിന്ന് വിടവാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 2024 വന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ ഈ വർഷം നടക്കട്ടെ. അതുപോലെ എല്ലാവർക്കും ഉണ്ടാവില്ല പുതുവർഷത്തിൽ ഓരോരോ തീരുമാനങ്ങളൊക്കെ, എല്ലാവരുടെ ആഗ്രഹങ്ങളും അതുപോലെ സാധിക്കട്ടെ എന്നൊക്കെ ഞാൻ വിഷ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് പ്ലേസിലേക്കാണ്. അത് തന്നെയാണ് കേട്ടോ. ഞാൻ 1 മുതൽ 4 വരെ പഠിച്ച എൻ്റെ സ്വന്തം മുത്തങ്ങ സ്കൂളിലേക്കാണ്. അവിടെ 50ാമത്തെ സുവർണ്ണ ജൂബിലി ആഘോഷമാണ് കേട്ടോ. 3 ദിവസമായി പരിപാടി തുടങ്ങിയിട്ട്. ഇതിപ്പോൾ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഞാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈ സ്കൂളിൽ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് 16 വർഷം കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ത്രില്ലും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വരുന്ന വഴിയിൽ തന്നെ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു. പിന്നെ അടുത്തതായി പാട്ട് പാടുന്നത് നമ്മുടെ ഉമ്മാൻ്റെ പേരാണ് കേട്ടോ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഓടിയിട്ടോ. ഞാനും സിസ്റ്ററും മക്കളും കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഉമ്മയും അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി തന്നെയാണ്. ഇപ്പോൾ പിന്നെ അവിടുത്തെ ഫുഡ് കമ്മിറ്റിയിലൊക്കെ നിന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മേലെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ഉമ്മൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നത് കേട്ടത്. അപ്പോൾ ഞങ്ങൾ ഒന്നും നോക്കിയില്ല കേട്ടോ, സ്പീഡിൽ വന്നു. കറക്റ്റ് ടൈമിന് എന്തായാലും ഉമ്മൻ്റെ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി പറ്റി. മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് തന്നെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം ഉച്ച സമയമായിട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിയാനായിട്ടുണ്ട്. അവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ ആ ചോറിൻ്റെയും സാമ്പാറിൻ്റെയൊക്കെ മണം കേൾക്കുമ്പോൾ തന്നെ വായിൽ നല്ല വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എത്രയോ വർഷമായി സ്കൂളത്തെ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട്. ഈ സ്കൂളിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കഞ്ഞിയും പയറും ഒക്കെ ആയിരുന്നു കേട്ടോ. ചെറുപയർ കഞ്ഞി അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ആ ചോറും നല്ല അടിപൊളി സാമ്പാറും കാബേജ് ഉപ്പേരി, അച്ചാർ, മോരുകറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഫുഡ് കഴിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് വരെ എനിക്ക് വായിന്ന് വെള്ളം വരികയാണ്. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നല്ലൊരു അടിപൊളി അരിപ്പായസം ഉണ്ടായിരുന്നു. ഇതൊക്കെ കിട്ടണമെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ തന്നെ വരണം കേട്ടോ. പിന്നെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല നല്ല ഡാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ചെറിയൊരു സ്കൂളാണ് കേട്ടോ. ഈ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ നമുക്ക് സ്കൂളിനായിട്ട്. 4 വരെ ഇവിടെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ഒരു ഡാൻസൊക്കെ എടുത്ത് പറയാനുള്ളത് തന്നെയായിരുന്നു. അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നത് കാരണമാണ് ഞാൻ സോങ്ങൊന്നും അതിൽ ആഡ് ചെയ്യാത്തത്. അവർ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു 2ാമത്തെ ഡാൻസും കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും സൂപ്പറായിട്ട് തന്നെ കളിച്ചു. പിന്നെ ഒരുപാട് നേരമൊന്നും എനിക്ക് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാത്രിയായിരുന്നു ഒപ്പന അല്ലാത്ത വലിയ വലിയ പരിപാടികളൊക്കെ. പക്ഷേ എനിക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരുന്നത് കാരണം പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു തീരാനോവാണേ നിലവിൽ തെളിയും. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ മോൾക്കൊക്കെ നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഈ ഒരു ക്ലാസ്സും ഇവിടെയുള്ള 4 ക്ലാസ്സിലും ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ടൈലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാടിൻ്റെ നടുക്കിലാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട് ഈ സ്കൂളിൽ. പിന്നെ ഈ ഒരു സ്ഥലം നമ്മൾ പഠിക്കുമ്പോഴേ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഈ ഒരു ബിൽഡിങ് വന്നത്. നമ്മളിവിടെ ഇരുന്നിട്ടായിരുന്നു കഞ്ഞിയും പയറൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കാണുമ്പോൾ എന്താ സന്തോഷം സങ്കടം എന്തൊക്കെയോ വരും കേട്ടോ. മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. പിന്നെ ഈ ഒരു പാർക്കൊക്കെ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. ഞങ്ങൾ പഠിക്കുമ്പോൾ പാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അന്നൊക്കെയെന്ന് വെച്ചാൽ ഇൻ്റർവെല്ലായാൽ സാറ്റ് കളി അങ്ങനത്തെ കളികളൊക്കെ ആണല്ലോ. ഇപ്പോൾ പിന്നെ അതൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വന്നത് ഓട്ടോയിലായിരുന്നു. തിരിച്ചു വരുമ്പോൾ ആ വഴിയിലൂടെ അല്ല കേട്ടോ, നമ്മൾ ഡെയിലി നടന്ന് വരുന്ന ആ ഒരു വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഓട്ടോയൊന്നും വിളിച്ചിട്ടില്ല. ഞാനൊക്കെ എന്നും നടന്നിട്ടാണ് കേട്ടോ ഈ ഒരു വഴിയിലൂടെ സ്കൂളിലേക്ക് വരുന്നത്. ഫുള്ള് വയലാണ്, 2 സൈഡും വയലാണ് കേട്ടോ. അന്നൊക്കെ ഈ ഒരു അണക്കെട്ട് മുറിച്ച് കിടക്കണമായിരുന്നു. ഇന്ന് ഭയങ്കര പേടി. അന്നൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ നല്ല സ്പീഡിൽ ഓടി കടന്നിരുന്ന വഴിയാണ്. ഇന്നെന്ന് വെച്ചാൽ അയിമക്കൂടെ നടക്കാൻ തന്നെ പേടി. കാരണം 10-16 വർഷമായിട്ടോ. അങ്ങനെ മക്കൾക്കൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഈ ഒരു വയലിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അന്നൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ വയലിൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ സ്കൂളിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് ആരും കാണാതെ ടവലും വലിയ വലിയ ടവലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാഗിലൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഇരുന്നിട്ട് മീനൊക്കെ പിടിക്കുമ്പോൾ വയലിൻ്റെ ഓണർമാരുണ്ടാവില്ലേ, വയസ്സായ മുത്തശ്ശിമാരായിരിക്കും കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഓട്ടിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പേടിച്ച് ഞങ്ങൾ ഓടുന്നതും അതൊക്കെ ഇന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു നെസ്റ്റ് ഫീലിംഗ് ആണ്. പിന്നെ ഇതാ തിരിച്ച് വരുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ ഇത് ഞാൻ മോൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കുക. പിന്നെ ഈ ഒരു ഇടവഴിയാണ് കേട്ടോ. അന്ന് ഈ വഴിയൊന്നും ഇല്ലായിരുന്നു, ചെറിയൊരു ഒരാൾക്ക് നടക്കാൻ പറ്റിയൊരു വീതിയുള്ള ഒരു മണ്ണിൻ്റെ വഴിയായിരുന്നു. ഇന്നിപ്പോൾ അതാ രണ്ട് സൈഡിൽ അടിപൊളിയായിട്ട് വീടുകളൊക്കെ വന്നു, മൊത്തത്തിലാകെ മാറി കേട്ടോ. ഞാനും സിസ്റ്ററും അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. അങ്ങനെ വന്ന് അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ നടന്ന് കുഴങ്ങിട്ടോ. പിന്നെ ഒരു സോഡയൊക്കെ കുടിച്ചു. പിന്നെ എന്താ വീട്ടിൽ വന്നിട്ട് ഇനിയിപ്പോൾ അനിയത്തി കായ്പോള ഉണ്ടാക്കി, അതുപോലെ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, അതൊക്കെ കഴിച്ച് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നാളെ വരുന്നതായിരിക്കും. ഇതിപ്പം നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വാങ്ങിച്ചതൊന്നുമല്ല. മോൾക്ക് ഇതുവരെ കമ്പിത്തിരി ഒന്നും അവൾ കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.